ഹൈ, ഈ ലോകത്തിൽ പ്രണയിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാവരും പ്രണയിക്കുന്ന ആളുകളാണ്. ചിലർ കാറ്റിനെ പ്രണയിക്കും, ചിലർ പുഴയെ പ്രണയിക്കും, ചിലർ പൂക്കളെ, ചിലർ പ്രകൃതിയെ, ചിലർ കുഞ്ഞു മക്കളെ പ്രണയിക്കും, ചിലർ സംഗീതത്തെ പ്രണയിക്കും, ചിലർ പാട്ടിനെ പ്രണയിക്കും, ചിലര് ആരാധനമൂർത്തികളെ. ഇപ്പൊ നമുക്ക് ഓരോ ദൈവങ്ങളെ ഇഷ്ടമാണ്. ചിലർക്ക് കൃഷ്ണനെ, ചിലർക്ക് ശിവനെ, ചിലർക്ക് ഗണപതിനെ, സുബ്രഹ്മണ്യ സ്വാമിനെ, ദേവീനെ, അങ്ങനെ പല തരത്തിലുള്ള പ്രണയമുണ്ട്. പൊതുവെ ലേഡീസിന് കണ്ടുവരുന്നത് ഗുരുവായൂരപ്പനോടാണ് അല്ലെ? ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഗുരുവായൂരപ്പനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇഷ്ടവും ആരാധനയും പ്രണയം എന്താണെന്നത് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സൈസ് പ്രണയമാണ്. പിന്നെയുള്ള പ്രണയം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയമാണ് കേട്ടോ. അപ്പൊ ഈ പ്രണയത്തിനെ പറ്റി പറഞ്ഞു വരും. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം പറയുമ്പോൾ, രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ മനസ്സും തമ്മിൽ പ്രണയിക്കുക, ഒരിക്കലും ശരീരങ്ങൾ തമ്മിൽ പ്രണയിക്കരുത്. അതാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ മനസ്സും തമ്മിലാണ് പ്രണയിക്കേണ്ടത്. ആ പ്രണയം എന്നും നിലനിൽക്കും. പിന്നെ ഈ പ്രണയം വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയോ? പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കുമ്പോഴല്ലാട്ടോ. ഈ പ്രണയിച്ച ആളെ വിവാഹം കഴിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ മനസ്സിലാക്കി പൊരുത്തക്കേടുകളെല്ലാം പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിത അവസാനം വരെ പ്രണയിച്ച് ജീവിക്കുമ്പോഴാണ് ഈ പ്രണയം വിജയിക്കുക. കറക്റ്റ് അല്ലേ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കൊരാളോട്, ഒരു വ്യക്തിയോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. ഇഷ്ടം തോന്നുന്ന ആ ആളോട് നമുക്കത് പോയി പറയണം. അപ്പൊ ഇപ്പുറത്തെ നിൽക്കുന്ന ആൾക്കും അതേ ഇഷ്ടം തന്നെ ആളോടുണ്ട്. ആ ആളോട് ഇത് എങ്ങനെ പറയും, ഇങ്ങനെ സൂചിപ്പിക്കും എന്നുള്ള ആ ഒരു ടെൻഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു മഴത്തുള്ളി വന്ന് നമ്മുടെ മുഖത്ത് വീഴുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വീഴുക ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഫീൽ ചെയ്യാം? നമ്മളത് അതിഭയങ്കരമായിട്ട് അത് ആസ്വദിക്കും അല്ലേ? ഭയങ്കര ഫീലായിരിക്കും. അപ്പൊ അതുപോലെയാണ് ആ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയണത്, ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മറ്റെന്തിനേക്കാളും എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, മറ്റൊന്നിനും ആ പവർ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ മലയാളത്തിൽ തന്നെ അങ്ങനെ ഒരു പാട്ടുണ്ട്, ഈ മഴ കാത്തു കഴിയുന്ന വേഴാമ്പല്, കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് പ്രണയം. നമ്മൾ മഴ കാത്തു കഴിയുന്ന ഒരു വേഴാമ്പലാണ്. ആ വ്യക്തി ഇപ്പം നമ്മളോട് വന്ന് ഐ ലവ് യു പറയും എന്നുള്ള അത് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആളാ. അപ്പൊ ആ പാട്ട് 2 ലൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വീഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോ, നെറ്റിയിൽ ചന്ദനവും ചാർത്തി നീ അണയുമ്പോ മുത്തും പൊന്നും നിന്നെ അണിയിക്കും ഞാൻ. വേലിക്കു ചൂടുവാൻ പൂ പോരാതെ മാനത്തും പിച്ചകൾ പൂവിരിഞ്ഞു, ഈറൻമേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോ പൂങ്കാറ്റും സോപാനം പാടുമ്പോ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. സൂപ്പറല്ലേ? പ്രണയം, മഴ, വേഴാമ്പല് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. താങ്ക് യു.